നമസ്കാരം, തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊന്നാനി ബിയത്ത് പ്രവാസിയുടെ വീട് കുത്തിത്തുറന്ന് 550 പവൻ സ്വർണം കവർന്ന കേസിൽ 438 പവൻ സ്വർണം കണ്ടെടുത്തു. 29 ലക്ഷം രൂപയും പ്രതികളിൽ നിന്ന് പിടികൂടി. കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനും അന്വേഷണത്തിനുമൊടുവിലാണ് സ്വർണവും പണവും കണ്ടെത്താനായത്. മോഷ്ടിച്ച സ്വർണം വിറ്റുകിട്ടിയതുൾപ്പെടെയുള്ള പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശിയും പൊന്നാനി കരിമ്പനയിൽ താമസക്കാരനുമായ സുഹൈൽ, പൊന്നാനി കടവനാട് കറുപ്പം വീട്ടിൽ നാസർ, പാലക്കാട് കാവശ്ശേരി പാലത്തൊടി മനോജ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് പിടിയിലായിരുന്ന പ്രതി ഓട്ടോ സുഹൈൽ എന്നറിയപ്പെടുന്ന സുഹൈൽ, ഇർക്കിൽ നാസർ എന്നറിയപ്പെടുന്ന നാസർ, പിന്നെ മനോജ്, ഈ 3 പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും മുന്നോട്ട് പോക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് കേസിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾക്ക് ഇൻഫർമേഷനുള്ള അത്രയും തന്നെ സ്വർണവും അത് പണമാക്കി മാറ്റിയിരിക്കുന്നത് അങ്ങനെ വീണ്ടെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കണക്കുകൾ പ്രകാരം ഞങ്ങൾ റിക്കവറി, നിയമപരമായിട്ടുള്ള റിക്കവറി പ്രകാരം ഏതാണ്ട് 3500-ലധികം ഗ്രാം സ്വർണവും ഏതാണ്ട് 29 ലക്ഷത്തോളം പണവും ഇത് പല ഘട്ടങ്ങളിലായിട്ട് പണമാക്കി മാറ്റിയിരിക്കുന്നതും റിക്കവർ ചെയ്ത ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ഉദ്ദേശം. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾവഴിയിൽ പിടിക്കപ്പെട്ട പ്രതികൾ പല ഘട്ടങ്ങളിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിടിയിലായ സമയം തന്നെ ബാക്കിയുള്ള സ്വർണം നഷ്ടപ്പെട്ടത് നമ്മൾ റിക്കവർ ചെയ്തതിന് ആദ്യഘട്ടത്തിൽ റിക്കവർ ചെയ്ത 1 കിലോയിലധികം സ്വർണത്തിൻ്റെ ബാക്കി സ്വർണമുള്ളത് പാലക്കാട് ജില്ലയിലെ ഒരു വ്യക്തിയുടെ വീട്ടിലുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ആദ്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത്. അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലെ പോലീസ് ടീം ഉടനടി തന്നെ ഈ സംഭവ സ്ഥലത്ത് ചെന്ന് അത് വെരിഫൈ ചെയ്ത് അത് ക്രോസ് ചെയ്യിപ്പിക്കുകയും ചെയ്തതോടുകൂടി ആ വാദം പൊളിയുന്ന ഘട്ടത്തിൽ ആണ് നേരത്തെ ഉണ്ടായിരുന്ന റൂമറുകൾ പ്രകാരം ഈ കേസിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 2 പേരും, ഒരു പ്രഭുവും സെന്തിലും, മുൻ ക്രൈമുകളിൽ ഉൾപ്പെട്ടിരുന്ന അവരിതിനകത്ത് പങ്കെടുത്തുവെന്നും അവരുടെ പങ്കാണ് ഇനി കിട്ടാനുള്ളതും എന്നുള്ള രീതിയിൽ ഒരു ഭാഷണമുണ്ടായത്. ഇതിൽ സുഹൈലിന്റെ ഭാര്യ വീടിന്റെ തൊടിയിൽ 1.5 അടി താഴ്ചയിൽ കവറിൽ പൊതിഞ്ഞ് കുഴിച്ചിട്ട നിലയിലാണ് സ്വർണവും പണവും കണ്ടെത്തിയത്. മോഷണം നടന്ന വീടിന്റെ അടുത്താണ് സുഹൈലിന്റെ ഭാര്യ വീട്. കുഴിച്ചിട്ട സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഉരുക്കി കട്ടിയാക്കി വിൽപ്പനയ്ക്ക് നൽകിയ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. സ്വർണം ഒളിപ്പിച്ചത് സംബന്ധിച്ച് പ്രതികൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പഴുതടച്ച അന്വേഷണത്തിലൂടെ പ്രതികളുടെ കുതന്ത്രങ്ങൾ പൊളിച്ചെടുക്കുകയായിരുന്നു. 8 മാസമെടുത്താണ് പ്രതികളെ പിടികൂടിയതെങ്കിലും 5 ദിവസം കൊണ്ട് മോഷ്ടിക്കപ്പെട്ടതിലെ 90% പോലീസിന് കണ്ടെത്താനായി. മോഷണം മുതൽ കണ്ടെത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളാണ് പ്രതികൾ നടത്തിയത്. പ്രത്യേക സംഘത്തിന്റെ അതിവേഗ ഇടപെടലിലൂടെയും ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലൂടെയും സ്വർണം ഒളിപ്പിച്ച സ്ഥലം പറയാൻ പ്രതികൾ നിർബന്ധിതമാവുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് കേസിനാസ്പദമായ മോഷണം നടന്നത്. CCTV ക്യാമറകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ പ്രതികളിലേക്ക് എത്താനുള്ള വഴികൾ അടയുകയായിരുന്നു. കേസിനു പിന്നാലെ നിശബ്ദമായി പോലീസ് നടത്തിയ കുറ്റമറ്റ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ വലയിലായത്. TVN ന്യൂസ്, പൊന്നാനി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.